വളരെ സിമ്പിളായിട്ടൊരു ഫോട്ടോഗ്രാഫി വാട്ടർമാർക്ക് ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഗൂഗിൾ തുറന്ന ശേഷം ഫോണ്ട് എന്ന് സെർച്ച് ചെയ്യുക. ഏതെങ്കിലും ഒരു ഫോണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റിൽ ചെന്നിട്ട് അതിൽ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അതിൽ ഹാൻഡ് റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത ഫോണ്ട് എക്സ്ട്രാക്ട് ചെയ്ത് വയ്ക്കുക. ഇനി PixelLab എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. നമ്മുടെ ഈ ഓപ്പണിംഗ് ഇൻ്റർഫേസിൽ ആദ്യം തന്നെ ഒരു ന്യൂ ടെക്സ്റ്റ് എന്നുള്ളൊരു ഭാഗം കാണാം. അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതിൽ നമ്മൾ ഏതാണോ നമ്മുടെ വാട്ടർമാർക്കിന് വേണ്ട ടെക്സ്റ്റ് അത് എൻ്റർ ചെയ്യുക. ഈ എൻ്റർ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാൻ കഴിയും. ആ കോപ്പി ചെയ്ത ശേഷം നമുക്കതിനെ റീനെയിം ചെയ്യാം. ജസ്റ്റ് ഇവിടെ ഫോട്ടോഗ്രാഫി എന്ന് എൻ്റർ ചെയ്യാം. ഈ രണ്ട് ടെക്സ്റ്റ് നമ്മുടെ ആവശ്യാനുസരണം പറ്റുന്ന സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് വൃത്തിയാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ഇനി ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം. അതിന് ഫോണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ഫോണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ മൈ ഫോണ്ടിൽ നമ്മുടെ ഫോണ്ടുകളൊക്കെ കാണാൻ കഴിയും. ഇൻ കേസ് അത് കണ്ടില്ലെങ്കിൽ നമ്മൾ ആഡ് ഫോൾഡർ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഏത് ഫോൾഡറാണോ ഉള്ളതെങ്കിൽ ആ ഫോൾഡറിൽ ആഡ് ഡയറക്ടറി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോണ്ട് അവിടെ ആഡ് ആവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ഫോണ്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ റീസൈസ് ചെയ്ത് വെക്കുക. കറക്റ്റ് എവിടെ വെച്ചാലാണോ വൃത്തി കിട്ടുന്നത് അവിടെ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം ഈ ടെക്സ്റ്റിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തുക. നമ്മളതിൽ സ്പേസിങ്ങും അറേഞ്ച്മെൻറ്റൊക്കെ ചെറുതായിട്ടൊന്ന് മാറ്റി നോക്കുക. ഈ ഒരു ഓപ്ഷനിൽ ബാക്ക്ഗ്രൗണ്ട് കളറോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജോ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കളറോ അല്ലെങ്കിൽ ഇമേജോ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. വാട്ടർമാർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഐക്കണിൽ ഞെക്കിയിട്ട് അവിടെ ട്രാൻസ്പെറൻ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളയാവുന്നതാണ്. അതിനുശേഷം നമ്മൾ സേവ് ഇമേജിൽ PNG എന്നുള്ള സെലക്ട് ചെയ്ത ശേഷം ഡയമെൻഷൻസ് അൾട്ര എന്ന് കൊടുത്തിട്ട് സേവ് ടു ഗാലറി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ലോഗോ നേരിട്ട് ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. ഇനി ഒരു ഇമേജിൽ എങ്ങനെയാണ് വാട്ടർമാർക്ക് ആയിട്ടുണ്ടെന്ന് നോക്കാം. നമ്മൾ ഈ PixelLab ആപ്ലിക്കേഷനിൽ തന്നെ ഇമേജ് ഓപ്പൺ ചെയ്യുക. അതിൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള സെലക്ട് ചെയ്തതിന് ശേഷം ഫ്രം ഗാലറി കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഇവിടെ ഒരു ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ലോഗോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ലോഗോയുടെ സൈസ് ചേഞ്ച് ചെയ്യാനും അതുപോലെ ഷാഡോ കൊടുക്കാനും അതുപോലെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നതാണ്. അതിന് തന്നെ നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായ കളേഴ്സോ അല്ലെങ്കിൽ ഷാഡോ ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഏതെങ്കിലും പൊസിഷനിൽ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഗ്രിഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആ ഗ്രിഡിൻ്റെ ഓപ്ഷൻ എനേബിൾ ചെയ്ത ശേഷം അവിടെ ഒരു മാഗ്നറ്റിൻ്റെ ബട്ടൺ ഉണ്ട്. അത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഗ്രിഡിന് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. PixelLabൽ നമ്മൾ വാട്ടർമാർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി തീരെ എഫക്റ്റ് ചെയ്യില്ല. നമുക്ക് ഈ ഗാലറി തുറന്നിട്ട് അതിൻ്റെ ക്വാളിറ്റി പരിശോധിച്ച് കഴിഞ്ഞാൽ തീരെ ഒരു ബ്ലറോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ വാട്ടർമാർക്ക് കാണാവുന്നതാണ്. പോരാത്തതിന് തന്നെ ഈ ഇമേജിൻ്റെ സൈസ് നല്ലപോലെ ഉണ്ടാവും. ഒരു ഏകദേശം ഒരു 1 MB 2 MB തുടങ്ങിയ സൈസുകളിൽ ഈ ഇമേജ് നമുക്ക് ലഭിക്കുന്നതാണ്.